ഐശ്വര്യ ഐശ്വര്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തമ്മിൽ തമ്മിൽ എന്നുള്ള പരിപാടിയിലാണ്. അവിടെ ഭയങ്കരമായിട്ട് ആർഗ്യുമെന്റ് നടക്കുന്നു. അപ്പോൾ ഐശ്വര്യ എന്തൊക്കെയോ പറയുന്നു. അതായത് ഷിംജിത ദീപകിന്റെ ഇഷ്യൂലാണ് ഐശ്വര്യ സംസാരിക്കുന്നത്. അവിടെ നിന്ന് പലരും പല സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ പലരുടെ സ്ഥാനത്ത് നിന്ന് സ്പേസിൽ നിന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ദീപകിന് വേണ്ടി സംസാരിക്കുന്നു രാഹുൽ ഈശ്വർ ഒരു കൂട്ടരും, അതുപോലെ ദീപകിൻ്റെ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് ചിന്തിക്കുന്ന ഒരു പക്ഷം. പക്ഷേ ഐശ്വര്യ നിന്ന് സംസാരിച്ചത് അന്ന് ഷിംജിതയുടെ പക്ഷത്തു നിന്നാണ്. അതൊരു നറേറ്റീവാണ് ആക്ച്വലി. അത് തെറ്റാവാം ശരിയാവാം. പക്ഷെ അന്ന് ഐശ്വര്യക്ക് അന്ന് അവിടെ സംസാരിക്കാനുള്ള ഒരു അടിസ്ഥാനം ഉണ്ട്. സംസാരിക്കാം. മേ ബി നമ്മൾക്ക് ആർക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. ഒരാൾ മരണപ്പെട്ടത് കൊണ്ടിട്ട് ആ കേസ് ഇല്ലാണ്ടായി പോകുന്നില്ല. അല്ലെങ്കിൽ ഷിംജിത ഇപ്പോൾ തിരിച്ചു വന്നെന്ന സ്ഥിതിക്ക് ഷിംജിത നല്ലവളാകുന്നില്ല, അല്ലെങ്കിൽ ഷിംജിത തെറ്റുകാരി ആവുന്നില്ല. അപ്പൊ അതൊരു സ്പേസ് ആയിരുന്നു. അവിടെ ഐശ്വര്യക്ക് ഇല്ലാണ്ടായത് ആ ഒരു സ്പേസ് ആണ്. ആ ഒരു സ്പേസ് ഞാൻ ഇപ്പോൾ നൽകിയാൽ ഐശ്വര്യക്ക് അന്ന് പറയാൻ പറ്റാതിരുന്ന എന്താണ് പറയാനുള്ളത്? ഞാൻ അന്നും ഇന്നും എന്നും എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിപ്പം നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു 10 വർഷം നമ്മൾ തമ്മിൽ തന്നെ ഉണ്ടായിരുന്നു. തമ്മിലല്ല നമ്മൾ തമ്മിൽ. അത് സമയത്ത് ഫസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ശ്രീകണ്ഠൻ നായർ ഷോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നു ശ്രീകണ്ഠൻ നായർ ഷോ അതിനുശേഷം ഫ്ലവേഴ്സിൽ വന്നപ്പോൾ അതൊരു 2016 അത് ലിവിങ് ടുഗദറിനെ കുറിച്ചാണെന്ന് ഞാൻ അഡ്രസ് ചെയ്തത്. അപ്പോഴും ഞാൻ അന്നപ്പോഴും ഞാൻ ഒരു ജർമ്മനുമായിട്ട് ലീഗലി മാരീഡ്, ലിവിങ് ടുഗദർ വേറൊരു പയ്യൻ്റെ കൂടെ. അപ്പൊ ഇവർക്ക് ഭയങ്കര പ്രശ്നമായത് അങ്ങനെ ഒരു ഇത് സെക്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞാൽ അന്ന് സംസാരിച്ചു ശ്രീകണ്ഠൻ നായർ. അന്നും ഞാൻ പറഞ്ഞൊരു കാര്യം ഇതേ ഉള്ളൂ, എന്നോടൊരു ചോദ്യം ചോദിക്കുകയാണ്, അത് ആൻസർ മുഴുവിപ്പിക്കാനുള്ളൊരു സ്പേസ് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അത് അന്നും ഇല്ല ഇന്നും ഇല്ല. തമ്മിൽ എപ്പോഴും തമ്മിലുള്ള തല്ലായിരിക്കും എപ്പോഴും. സോ ബേസിക്കലി എനിക്ക് ശ്രീജിതനോ അല്ലെങ്കിൽ ദീപക് എന്നുള്ളത്, ദീപക് ഒരു വൃത്തികെട്ട മനുഷ്യനാണെന്ന് ഞാൻ അന്നും പറഞ്ഞില്ല, ദീപക് ഒരു ദുഷ്ടനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, ദീപകിനെ കൂട്ടൊരു നശിച്ചൊരു മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞില്ല. ഇങ്ങനത്തെ ടേംസ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഷിംജിതയാണ് ഈ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു വീഡിയോ വൈറലാക്കിയതെന്നും ആ വൈറലാക്കിയത് കൊണ്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായതെന്നും ഇത് ഷിംജിത ദീപകിനെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ ആണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിപ്പോഴും ഇല്ല. പിന്നെ എൻ്റെ ഒരു ലോജിക്കിൽ ഇത്രയും നേരം വീഡിയോ കണ്ടിന്യൂസ് എടുത്തുകൊണ്ട് നിന്ന് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇട്ട് എടുത്തുകൊണ്ട് നിന്നൊരു പെൺകുട്ടിയുടെ എടുക്കുന്ന അത് ആ പുരുഷനെ ഉദ്ദേശിച്ച് എടുക്കുന്നെങ്കിൽ അയാൾ ഒഴിഞ്ഞു മാറിപ്പോകാൻ നോക്കും മാക്സിമം, അല്ലെ? ഒരു പെണ്ണാണെങ്കിലും ഒതുങ്ങി ഒഴിഞ്ഞു മാറാൻ തോന്നും. പക്ഷെ അത് അവസാനം ദീപക് ഇറങ്ങുന്ന സമയത്തും ആ ഒതുക്കം ഞാൻ കണ്ടില്ല. ഈ റൈറ്റ് സൈഡിൽ കൈ തന്നെ അയാൾ പൊക്കിയാടും. അവർ നീങ്ങി നിന്നിട്ടില്ല, അവർ ആ ഒരു സ്പേസിലോട്ട് വീഡിയോ കിട്ടാൻ വേണ്ടി നീങ്ങി നിന്നിട്ടുണ്ട്. പക്ഷെ ദീപക് അത്ര കോൺഷ്യസ്, ഇത്ര ഇൻട്രോവേർട്ടായിട്ട് ഒരു മനുഷ്യൻ, ആർക്കും ഒരു പ്രശ്നമില്ല. ഫ്രണ്ട്സ് ഇല്ലായിരിക്കും, അതൊരു വലിയ പ്രശ്നമാണ്. ഫ്രണ്ട്സ് ഇല്ല എന്ന് പറയുന്ന പോസിറ്റിവിറ്റി ആണെന്ന് എല്ലാവരും വിചാരിക്കും. ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന പോസിറ്റിവിറ്റി അല്ല, ഭയങ്കര പ്രശ്നമാണ്. അയാൾ സ്വയം നരകിച്ച് നീറി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരിക്കും. ഈ ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ ഒരാളൊരു കാര്യം ചെയ്തതാണ്. അതിന് ഷിംജിതയാണ് ഇതിൻ്റെ ടോട്ടാലിറ്റിയിൽ അയാളുടെ ഈ 19 വർഷത്തെ ജീവിതത്തിന്റെ ഭാരം ചുമന്നതും അയാളുടെ മേലെ എറിഞ്ഞതെന്ന് പറയുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഷിംജിതയുടെ എക്സ്പ്രഷൻ, ഇങ്ങനൊരു വീഡിയോ എടുക്കുന്ന ഒരു സ്ത്രീയുടെ എക്സ്പ്രഷൻ ഇങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ കാലാകാലങ്ങളായി, കഴിഞ്ഞൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു സാധനമാണ് മെയിൽ ഗെയ്സ് എന്ന് പറഞ്ഞ സാധനം. സ്ത്രീക്കല്ല, അത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ, അതായത് സ്ത്രീക്കെതിരെയുള്ളതല്ല, സ്ത്രീയും പുരുഷനും ഒരുപോലെ അതിന്റെ വിക്ടിം ആയിക്കൊണ്ടിരിക്കുകയാണ്, വിക്ടിമൈസ്ഡ് ആണ്. അതായത് പുരുഷ ബോധം. അതുകൊണ്ടാണ് നമുക്ക് ഷിംജിതിനെ ഇത്ര അറ്റാക്ക് ചെയ്യാൻ തോന്നിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷിംജിത ഡിലീറ്റ് ചെയ്ത വീഡിയോ ആയിരങ്ങൾ വീണ്ടും അത് സ്പ്രെഡ് ചെയ്തു. അത് ഷിംജിത ഇട്ടുകൊണ്ടാണെന്ന് പറയുന്നത്, ഷിംജിത ഡിലീറ്റ് ചെയ്തപ്പോൾ എന്താണ് അതേ ആക്ഷൻ എടുക്കാൻ റിഫ്ലക്ഷൻ ഉണ്ടായില്ലല്ലോ. അപ്പം എന്ത് ഡിലീറ്റ് ചെയ്തില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? ഓക്കെ, അവർ ഡിലീറ്റ് ചെയ്തു കുറ്റബോധം കൊണ്ട്, നമുക്കും എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ടില്ല. സോ ഈ സമൂഹം മൊത്തത്തിൽ ഇവരെ ഇത്രയും ക്രൂശിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഇതെന്താണ് ഈ ഒരു സൈഡ് അഡ്രസ്സ് ചെയ്യുന്നില്ല. അല്ലാതെ സ്ത്രീകളുടെ വികാരം, ഫെമിനിസം ഇങ്ങനെയല്ല അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അതിന് ന്യായമായൊരു സ്പേസ് ഉണ്ട്. കാലാകാലങ്ങളോളം സ്ത്രീകളെ ഇങ്ങനെ തന്നെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ആദ്യം കാണുമ്പോൾ വിചാരിച്ചു ഈ എക്സ്പ്രഷൻ ഇട്ട കാരണം ഈ പെൺകുട്ടി ജെന്യൂൻ ആണെങ്കിലും ആൾക്കാർ ഇത് എടുക്കാൻ പോവില്ല എന്ന് പറയാനുള്ള കാരണം എൻ്റെ തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ആ പുരുഷബോധം തന്നെയാണ്. അതിൽ നിന്നാണ് ഞാൻ വിചാരിച്ചത് ഇത് സംസാരിക്കണമല്ലോ എന്ന്. അങ്ങനെ അതുമാത്രമല്ല, ഇപ്പോൾ ബസ് കണ്ടുപിടിച്ച കാലം മുതലേ, അല്ലെങ്കിൽ ആണും പെണ്ണും ബസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയ കാലം മുതലേ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഈ അട്രോസിറ്റീസ്. എത്രയോ ദിവസങ്ങൾ പിന്നും അല്ലെങ്കിൽ കോമ്പസും ഒക്കെ എടുത്ത് നിന്ന ഒരു ടീനേജ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പുരുഷന്മാരൊക്കെ അങ്ങ് നല്ല കുട്ടികളായി എല്ലാവരും. അതായത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായപ്പോഴും നമ്മൾ അത്രത്തോളം പ്രതികരിക്കാതെ നിന്നൊരു സമൂഹമാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇവർക്ക് ഒരു ഒറ്റ സംഭവത്തിന്റെ പേരിൽ ബാക്കി എല്ലാ സ്ത്രീകളെയും അടച്ചാക്ഷേപിച്ച് ബസ്സിൽ മറ്റേ പ്ലക്കാർഡ് കൊണ്ട് കയറിയിരിക്കേണ്ട സീൻ വന്നു. പ്രഹസനങ്ങൾ അല്ലേ ഒരുപാട്. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങിയത്. അതിന്റെ ആവശ്യമുണ്ടോ? ഇതിപ്പോ കുറ്റം ആരാ ചെയ്തെന്നുള്ളത് ആർക്കും അറിയില്ല. ഇനിയിപ്പോ അറിയാനും പറ്റില്ല. ഇനിയിപ്പോ മറ്റൊരു പെൺകുട്ടിക്ക് നേരെ ഇങ്ങനെ ഒരു നടന്നിട്ടുണ്ടെങ്കിൽ അവൾ ഒരിക്കലും
അത് വിളിച്ചു പറയാനും തയ്യാറാവില്ല പേടിച്ചിട്ട്. അത്രയധികം ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് ഷിംജിത. ആണെങ്കിലും അങ്ങനെ തന്നെ എല്ലാ കാലവും മരിക്കപ്പെട്ടാൻ വാഴ്ത്തപ്പെടാനായി മാറുന്ന, മരിച്ചു കഴിഞ്ഞാണ് മനുഷ്യന്മാരെ വാഴ്ത്തുന്നത്. ഈ ജീവിച്ചിരുന്ന ദീപക്കിന് എവിടുന്നെങ്കിലുമൊക്കെ ഈ കൺസിഡറേഷനും കെയറും അല്ലെങ്കിൽ ഈ പറയുന്ന അറ്റൻഷനും ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ, ഇൻക്ലൂഡിങ് അമ്മയും അച്ഛനും ഒക്കെ, എനിക്ക് ഉറപ്പാണ് അയാൾ ഈ ഒരു അവസ്ഥയിൽ ഡിപ്രഷനിലേക്ക് പോകത്തില്ല. അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്പേസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ സാധനം. ശരിക്കും അപ്പോൾ അവിടെ അഡ്രസ് ചെയ്യേണ്ട വിഷയം ഈ പുരുഷന്മാരുടെ ആത്മഹത്യ എന്നത് ഉള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഇത് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് പുരുഷന്മാരാണെന്ന്. അപ്പോൾ ദീപക്കിന് അവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും അതിലൊരു ഭാഗമല്ലേ. നമ്മൾ പെണ്ണുങ്ങൾ തന്നെ എത്രയൊക്കെ അനുഭവിച്ചാലും ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നത് സെക്കൻഡറി ആണ്. ഫസ്റ്റ് നമ്മൾ അത് എങ്ങനെ തരണം ചെയ്യാം, നേരിടാം, ഇല്ലെങ്കിൽ നമ്മളപ്പോൾ നമ്മുടെ കുട്ടികളെ പറ്റി ആലോചിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെ പറ്റി ആലോചിക്കും. പക്ഷെ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് ആ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹം അയാൾക്കൊന്നും കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. നമുക്കൊരു ഇമോഷണൽ കപ്പാസിറ്റി ഉണ്ട് സ്ത്രീകൾ എന്നുള്ള നിലയിൽ. ചെറുപ്പം അല്ലെങ്കിൽ നമ്മൾ കാലാകാലങ്ങളായി പ്രാക്ടീസ് ചെയ്യുന്നതിൽ നമ്മളുടെ ഒരു ഇമോഷണൽ കപ്പാസിറ്റി പുരുഷന്മാർക്ക് ഇല്ല. അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ അതൊരു കുറവോ കൂടുതലോ ഒന്നുമല്ല. ജനറ്റിക്കലി അല്ലെ ഈ പറയുന്ന ബയോളജിക്കൽ എക്സ്പ്ലനേഷൻ തന്ന ആൾക്കാർ പുരുഷന്മാരുടെ നീഡ്സും ഡിസയറും എല്ലാം പറയുന്ന സ്പേസിൽ സ്ത്രീ ബയോളജിക്കലി ഇത്ര കണ്ട് ചേഞ്ചസിലൂടെ പോകുന്ന ഒരാളാണ്, ഇത്ര കണ്ട് കാലാവസ്ഥകളിലൂടെ പോകുന്ന ഒരാളാണ്. അതിന്റെ മാറ്റങ്ങൾ അവരുടെ ശരീരത്തിനുണ്ടാകും. ഒരു മരത്തിനുണ്ടാകുന്ന പോലെ തന്നെ, പ്രകൃതിക്ക് ഉണ്ടാകുന്ന പോലെ തന്നെ സ്ത്രീക്ക് ഉണ്ടാകും എന്നുള്ളതൊരു സത്യമാണ്. പുരുഷൻ ഇത്രയും കൂടെ കോംപ്ലിക്കേഷൻ ബയോളജിക്കലി പോകേണ്ടി വരുന്നില്ല. അപ്പൊ ഇത്ര കോംപ്ലിക്കേഷനിലൂടെ പോകുന്ന ഒരു സ്ത്രീക്ക് ഇത്രയും കൃത്യമായ ഒരു സെൻസോട് കൂടി അല്ലെങ്കിൽ ഒരു ഡിസയർ തോന്നുന്ന സമയത്ത് ഒരു പുരുഷനെ കയറി പിടിക്കാതിരിക്കാനും ഒക്കെ അറിയാം. പിന്നെ ഞാൻ പറഞ്ഞ ആ വേർകൃത്യത്തിലേക്ക് പോകാൻ പറ്റും. പുരുഷൻ ഇമോഷണൽ കപ്പാസിറ്റി ഇല്ല എന്നും പറഞ്ഞിട്ട് അയാൾ പോയി ആത്മഹത്യ ചെയ്യുന്നതും അല്ലെങ്കിൽ അയാൾ കാണിക്കുന്ന കാര്യങ്ങൾക്ക് മറ്റൊരാളെ പഴിചാരുന്നതും അല്ലെ സ്ത്രീകൾ കാരണമാണ് ഇത് സംഭവിക്കുന്നതെന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ദേ ആർ ഇൻ എ വെരി ബ്യൂട്ടിഫുൾ സ്പേസ്. ഈ ലോകത്ത് ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്പേസിലാണ് പുരുഷന്മാർ ജീവിക്കുന്നത്. പക്ഷേ തിരിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് തുടങ്ങുന്നത് എന്തിനാന്നൊക്കെ നമുക്കറിയാം. ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് വോട്ടവകാശം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഇക്വാലിറ്റി, ജോബിൽ ഇക്വാലിറ്റി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ വേതനം കിട്ടുകയാണെങ്കിൽ തന്നെ പുരുഷൻ്റെ അത്രയും കിട്ടുന്നത്. ഇതിൽ നിന്നൊക്കെയാണ് ഒരു ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തുടക്കവും അതിൻ്റെ ഒരു വരവൊക്കെ. പക്ഷേ ഇപ്പോൾ നമ്മളുടെ സൊസൈറ്റിയിൽ അത് എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് പോലും കൺഫ്യൂസ്ഡ് ആണ് നമ്മൾ. കാരണം പുരുഷന്മാർ നമ്മളോട് പറയുന്നത് നിങ്ങൾ പ്രിവിലേജ്ഡ് ആണ്, പെണ്ണുങ്ങൾക്കെല്ലാം എളുപ്പമാണെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ സൊസൈറ്റി എവിടെ എത്തി നിൽക്കുന്നു ഫെമിനിസത്തിന്റെ കാര്യത്തിൽ? നമ്മൾ കാര്യം പറയട്ടെ, ചരിത്രം, സമൂഹം, ഇപ്പത്തെ നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് മൂന്നിടത്താണ്. ചരിത്രത്തെ കോട്ട് ചെയ്ത് നമ്മൾ പറയാണ് എന്താ ഇങ്ങനെ സംഭവിച്ചിരുന്നു, ഇന്നതൊക്കെ ആയിരുന്നു, ഇന്ന് നമ്മൾ മാറ്റമുണ്ടാക്കുന്നു. ഇപ്പം ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സമൂഹം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ചരിത്രപരമായി നിങ്ങൾ അനുഭവിച്ചു, പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഫ്രീഡം കിട്ടിയില്ലേ, ഇപ്പം എല്ലാം ഉണ്ടല്ലോ സ്ത്രീകൾക്ക്. ഓക്കെ ചേട്ടാ എല്ലാം ഉണ്ട്. എത്ര കാലമായിട്ടുണ്ട് ഈ ഫെമിനിസം സെക്കൻഡ് വേവ്? എവിടെ എന്നാ 60 വർഷമൊക്കെ മുമ്പ് അവിടെ നടന്ന, അമേരിക്കയിൽ നടന്ന സാധനമാണ് ഇപ്പം ഇവിടെ തുടങ്ങുന്നത്. മനസ്സിലായോ? നമ്മൾ നമ്മുടെ കൾച്ചറിനെ വാല്യൂ ചെയ്തു, നമ്മുടെ എല്ലാ കാര്യങ്ങളും, നിയമത്തെ വാല്യൂ ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് സ്ത്രീകൾ ഇത്ര കാലം നിന്നിട്ടുള്ളത്. ഓരോ പുരുഷന്മാർക്കും അവനവൻ്റെ സ്പേസ് തെളിയിക്കാൻ വേണ്ടി ഓരോ സ്ത്രീകളും വീട്ടിൽ ഭീകരമായിട്ട് പണിയെടുത്തിട്ടാണ് അവർ പുറത്തോട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഒരുപാട് കപ്പാസിറ്റിയും കാലിബറും ഉള്ള സ്ത്രീകളൊക്കെ എനിക്ക് സെറ്റിൽ ആയ ഒരു ജീവിതം, സെക്യൂർ ഫാമിലിയാണ് വേണ്ടത്. ഫാമിലി എന്ന് പറയുന്ന സോക്കോൾ കൾച്ചറിനെ ഫോളോ ചെയ്ത് അതിനെ റെസ്പെക്ട് ചെയ്യുന്നതാണ് മെജോറിറ്റി ഓഫ് സ്ത്രീകളും. അവർക്ക് എന്ത് ബഹുമാനമാണ് കൊടുക്കുന്നത്? എന്നിട്ട് ഇപ്പം ഒരു ഈക്വാലിറ്റി, കുടുംബം ഉണ്ടാക്കി. ഞാൻ കഴിഞ്ഞ ചർച്ചയിലും റിപ്പീറ്റ്ലി പറയുന്നതാണ്, കുടുംബം ഉണ്ടാക്കി. എന്തിനാണ്? സംരക്ഷണം. കുടുംബമാണ് സമൂഹത്തിന്റെ സ്ട്രക്ചർ, നിലനിർത്തുന്ന സ്ട്രക്ചർ. ഞാൻ എഗ്രി ചെയ്യുന്നു. ഈ കുടുംബത്തിലെ വീണ്ടും കുടുംബ സംരക്ഷണം, കുടുംബത്തിൽ നിൽക്കുന്ന സ്ത്രീകൾ സുരക്ഷിതരാന്ന് പറഞ്ഞു. അവിടെ കുടുംബത്തിലുള്ള സ്ത്രീകൾ സുരക്ഷിതരാത്തതുകൊണ്ട് അവിടെ ഡൊമസ്റ്റിക് വയലൻസിന് കേസുണ്ടാക്കി, മറ്റു കേസുകൾ ഉണ്ടാക്കി. കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ സംരക്ഷണത്തിന് വേണ്ടി 10,000 കേസുകൾ, കുട്ടികളുടെ അബ്യൂസിന് വേണ്ടി 10,000 നിയമങ്ങൾ. ഇതൊക്കെ ഇതിൻ്റെ ഒരു അൺസർട്ടനിറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതിനൊരു ഇൻകൺസിസ്റ്റൻസിയാണ്. മറ്റേ എന്താ പറയുക, ഒരു പുരുഷന്റെ സ്വഭാവത്തിന് ഉറപ്പില്ലായ്മ, അല്ലെങ്കിൽ അതിനനുസരിച്ച് സ്ത്രീകളുടെ നിയമങ്ങളെ കൂട്ടിക്കൊടുക്കുക. ഓക്കെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ, നിങ്ങൾ എന്തായാലും കുടുംബം പാലിക്കണം, പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി 2 നിയമം കൂടെ തരാം, എന്നിട്ട് നിങ്ങൾ പോയി കല്യാണം കഴിച്ചു. പരിഹാരമല്ല കൊടുക്കുന്നത്. there is no clarity in anything. ഒരു ട്രാൻസ്പെറൻസി ഇല്ലൊന്നുമില്ല. നിയമങ്ങൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുകയാണ്. ഒരു സാധനം കൂടെ തന്നാലോ, 30% ഒരു കൺസെഷൻ അവിടെ ഇട്ടാലോ, മറ്റു സാധനത്തിൽ നിങ്ങളൊരു കാര്യം തുല്യമായി ഡ്രസ്സ് ചെയ്തു, അല്ലെങ്കിൽ യൂണിഫോം ഒരു കാര്യം ചെയ്യും, പാൻറ് ഷർട്ട് സ്ത്രീകൾ ഇടട്ടെ, അല്ലെങ്കിൽ ഷോർട്ട്. ഇങ്ങനെയുള്ള ഈ പെരിഫറൽ ആയിട്ടുള്ള പുറമോടി കാണിക്കുന്ന തുല്യവേതനം, സീറ്റ് കൺസിഡറേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് യൂണിഫോമിന്റെ ഈക്വാലിറ്റി, ഇതൊന്നും അല്ല സ്ത്രീകൾക്ക് വേണ്ട. ഈ സീറ്റ് കൺസിഡറേഷൻ ഇപ്പോൾ വിമൻസ് ബില്ല് പാസ്സാക്കാത്തൊരു അവസരം വന്നപ്പോൾ ഒരുപാട് യങ് പൊളിറ്റീഷ്യൻസ് വരെ പറയുന്നത് ഇങ്ങനെയാണ്, സ്ത്രീകൾ ഓക്കെ പാർട്ടിയിൽ കളിച്ചോട്ടെ,
പക്ഷെ അതേപോലെ ഞങ്ങളോടൊപ്പം തന്നെ പോസ്റ്റർ ഒട്ടിക്കാൻ രാത്രി ഇറങ്ങി വരണം, ഇല്ലെങ്കിൽ ഞങ്ങളെ പോലെ വഴിയിൽ കിടന്ന് ഈ രാഷ്ട്രീയപരമായ അക്രമങ്ങൾ ഉണ്ടാക്കണം, എന്നിട്ട് മാത്രമാണ് ഒരു സ്ത്രീക്ക് ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടുള്ളൂ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എത്ര സ്ത്രീകളെ, എത്ര പുരുഷന്മാർ വീട്ടിൽ നിന്ന് രാത്രി പോസ്റ്റർ ഒട്ടിക്കാൻ വിടും രാഷ്ട്രീയത്തിലേക്ക് വരുവാണെങ്കിൽ? അത് എവിടെ നിന്നാണ് ഈ ചിന്താഗതി വരുന്നത്? ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് എങ്ങനെ അത് പറയാൻ പറ്റുന്നു? നീ ഇത് ഇങ്ങനെ ഇറങ്ങി ചെയ്താൽ മാത്രമേ നിനക്ക് ഇത് കിട്ടുള്ളൂ എന്ന് പറയുന്നത് അയാളാണോ? എന്ത് ഞാൻ ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്? എൻ്റെ രാഷ്ട്രീയ ബോധം എന്താണ്, എൻ്റെ കപ്പാസിറ്റി എന്താണ്, എനിക്ക് രാത്രി ഇറങ്ങി വരാൻ പറ്റുമോ? രാത്രി ഞാൻ ഇറങ്ങി വരാത്തതിന് കാരണം എന്താ? നീ കാരണം. അതെ. എന്നിട്ട് നീ പറയുന്നു ഞാനിത് ചെയ്യുന്നു എന്ന്. ഞാൻ സമരത്തിനും വരാം, പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യാം. നീ അതേ രീതിയിൽ എന്നെ ഡീൽ ചെയ്യൂ. നീ അതേ ബഹുമാനം തന്ന അതേ ഡിഗ്നിറ്റിയോട് കൂടി എന്നെ നിർത്തും അവിടെ. അതും നീ മറ്റേ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായതാ. നമ്മളൊരു വെരി ഫേമസ് ഹോസ്പിറ്റലിൽ നിന്ന് തിരുവല്ല, അടിക്കിടയിൽ അയാൾ എന്റെ ബ്രസ്റ്റിൽ പിടിച്ചിട്ട് തള്ളുകയാണ്. സോ ഐ വെന്റ് ഇൻ ദ നൈറ്റ് ഇറ്റ് സെൽഫ് കേസ് കൊടുക്കാൻ വേണ്ടി. പക്ഷെ അത് വലിയ കാര്യമായില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈക്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന ഞാൻ എങ്ങനെയാണ് ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുക്കാൻ പോകുന്നത്? 2-3 പീഡനങ്ങളോ അടിയോ പിടിയോ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോയി പോലീസിൽ അഡ്രസ് ചെയ്യാം. ഇങ്ങനെയാണോ? എനിക്കറിയത്തില്ല. ദർ ഇസ് എ ബേസിക് സാധനം. എല്ലാ ചിന്തകളും, എല്ലാ നിയമങ്ങളും, എല്ലാ അഡ്ജസ്റ്റ്മെന്റും വരുന്നത് പുരുഷന്റെ തലയിൽ നിന്നും പുരുഷ കേന്ദ്രീകൃത ചിന്തകളിൽ നിന്നുമാണ്. അല്ലാതെ ഒരു സ്ത്രീയുടെ സ്വതന്ത്ര ബോധത്തിൽ നിന്നല്ല. സ്ത്രീയുടെ സ്വാതന്ത്ര്യം തീരുമാനിക്കേണ്ടത് ഒരു പുരുഷ ചിന്താഗതിയാണോ? ഇത് തന്നെയാണ് ഈ അലിമണിയുടെ കേസ് വരുമ്പോഴും പറയുന്നത്. കാരണം ഇത്രയൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞിട്ട് അവൾക്ക് ഡിവോഴ്സും വേണം, നമ്മൾ ചെലവിനും കൊടുക്കണം എന്നുള്ള ഒരു കാര്യമാണല്ലോ ഈ അലിമണിക്കെതിരെ വരുന്ന ഈ അലിഗേഷൻസ് ഒക്കെ. പക്ഷെ ഇവർ ചിന്തിക്കാത്ത ഒരു കാര്യമല്ലേ, ഇത്രയും വർഷങ്ങൾ ജോലി വേണ്ടാന്ന് വെച്ചു, ഇവൻ്റെ 2 കുട്ടികളെ വളർത്തി, ഇത്രയും നാൾ അവളുടെ കരിയറും എല്ലാം നശിപ്പിച്ചും നഷ്ടപ്പെടുത്തിയിട്ടാണ് ഒരു സ്ത്രീ. അപ്പോൾ പിന്നെ അവൾ ഡിമാൻഡ് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? ഒരു ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ സംസാരിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് പാർട്ടിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല. സാക്രിഫൈസിങ് ആണ് പാർട്ടിയുടെ ജീവിതം. പാർട്ടിയുടെ നീ ഒരു ഐഡിയോളജി നിൽക്കാന്ന് പറയുന്നത് നീ അതിന് കുർബാനി കൊടുക്കേണ്ടി വരും. ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഞങ്ങളുടെ ഈ പറയുന്ന പാർട്ടി രോഷവും അല്ലെങ്കിൽ ഈ വിപ്ലവ വീര്യവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ സാധനം സ്ത്രീകൾക്ക് പറയാമല്ലോ. 10-20 വർഷം ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ എല്ലും മറ്റേ എൻ്റെ യൗവനവും മജ്ജനും എല്ലാം തന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി 20 വർഷം കോംപ്രമൈസ് ചെയ്തിട്ട് ഇനി എനിക്ക് സ്പേസ് ഇല്ല. ആഫ്റ്റർ ഒരു ഡെലിവറി കഴിഞ്ഞ സ്ത്രീന്, എൻ്റെ അനിയൻ കഴിഞ്ഞ ദിവസം പറയണം നടുവിന് വേദന എടുത്തിട്ട് അനങ്ങാൻ പറ്റുന്നില്ല. ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീയെ കുറിച്ച് ഈ അടുത്തിടയിൽ ഭയങ്കരമായിട്ട് പ്രസവിക്കാൻ സ്ത്രീകൾക്ക് ഇഷ്ടമായിരുന്നു, ഒരു കുഴപ്പമില്ല. ഒരു ഡെലിവറി കഴിഞ്ഞ് ഞാൻ കിടന്ന കിടപ്പ് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. നടു അനങ്ങുന്നില്ല, 3 മാസം അനക്കമില്ല. ഞാൻ വിചാരിച്ചു പാരലൈസ്ഡ് ആയി. ഞാൻ വിചാരിച്ചു തീർന്നു അയ്യോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ. കുട്ടിയോട് പോലും സ്നേഹം തോന്നുന്നില്ല ആ സമയം. മനസ്സിലായോ? കുട്ടിനെ പാല് കൊടുക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ നടു അനങ്ങണ്ടേ? അപ്പർ ബോഡിയുടെ ഈ മൂവ്മെന്റ് അല്ലാതെ വേറൊന്നും നടക്കുന്നില്ല. അങ്ങനെ പറയരുത്. പണ്ട് ഞങ്ങള് പ്രസവിച്ചിട്ട് ഉടനെ തന്നെ അരി കുത്താനൊക്കെ പോയ ആൾക്കാരൊക്കെ പണ്ടത്തെ പൊല്യൂഷൻ ആണോ ഇപ്പൊ ഉള്ള പൊല്യൂഷൻ? പണ്ടത്തെ ഫുഡാണോ നമ്മൾ കഴിക്കുന്നത്? പണ്ടത്തെ കാര്യങ്ങളാണോ നമുക്കിപ്പോൾ ഉള്ളതെല്ലാം ചുറ്റുപാടും ഉള്ളത്? എവറിത്തിങ് ഇസ് പൊല്യൂട്ടഡ്, എവറിത്തിങ് ഇസ് കറപ്റ്റഡ്, എവറിത്തിങ് വാട്ട് വി ആർ ഗെറ്റിംഗ് ഇറ്റ് ഈസ് മിക്സ്ഡ്. ഹെൽത്തും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എല്ലാ രീതിയിലും. നമുക്ക് കിട്ടുന്ന പച്ചക്കറി പോലും ക്ലിയർ അല്ല, നമുക്ക് കിട്ടുന്ന അരി പോലും ക്ലിയർ അല്ല. പണ്ട് കാലത്ത് കൃഷി ചെയ്ത് ഉണ്ടാക്കി കഴിച്ച് പ്രസവിച്ച്, എൻ്റെ അമ്മയൊക്കെ മറ്റേ വാഴ വെട്ടിപ്പം പ്രസവിച്ച് കയ്യിൽ കുഞ്ഞിനെ കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് പേരമ്മ പോയി വാഴച്ചാട്ടിയെ വിളിച്ചോണ്ട് വന്ന് കട്ട് ചെയ്ത് കൊച്ചിനെ കൈ കൊടുത്ത് വാഴ വെട്ടി പ്രസവിച്ച ആൾക്കാരാണ് അവർക്ക്. സീരിയസ് ആയിട്ട് കൊല വെട്ടി, ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ, കൊല വെട്ടിയപ്പോൾ പ്രസവിച്ച് വീടിന്റെ നടക്ക് കൊച്ചിനെ കൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് കിടന്നെന്നാ പറയുന്നത്. ഇത് സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ സ്ഥിതി. അങ്ങനെ അല്ല. സ്ത്രീകൾ വർക്ക് ചെയ്യുന്നവരുണ്ട്, സ്ത്രീകൾക്ക് അവരുടെ മൊത്തം ഇപ്പം എന്തോരം ഹോർമോണൽ ചേഞ്ചസ് ആണ്. കുട്ടികൾ 10 വയസ്സാകുമ്പോഴേ പീരിയഡ്സ് ആവുന്നു എന്ന് പറയുന്നു. ഫുഡ്, ബ്രോയിലർ ചിക്കൻ കഴിക്കുന്ന കാരണം ഇന്ന സീനുകൾ ഉണ്ടാവുന്നു പറയുന്നത്. അങ്ങനെ പോസിറ്റീവ് ആർക്കറിയാം? പണ്ടില്ലായിരുന്നാണ് പറയുന്നത്. പണ്ട് ആർക്ക് സമയമില്ലാതെ ഡ്രസ് ചെയ്യാൻ. മറ്റേത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞാൽ എഴുന്നേക്കുക, അത് കഴിഞ്ഞ് കുഴമ്പിട്ട് തിരുമ്പുക, 9ാമത്തെ ദിവസം എടുത്ത് നീ ചെയ്ത് തുടങ്ങണം, തൂക്കണം, അടിക്കണം, മറ്റത് അപ്പോഴേക്കും അടുത്തതായിട്ടുണ്ടാവും. ഒരു പോയിന്റിൽ നിനക്ക് തലയിൽ ഗ്യാപ്പ് ഉണ്ടാവത്തില്ല. നിനക്ക് ഞാൻ പണി തന്നുകൊണ്ടിരിക്കുക, നീ കുപ്പിന്ന് വന്ന ഭൂതമല്ലേ എന്നുള്ള പോലെ പണി ഉണ്ടായിരുന്നു. സ്ത്രീകൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഒരു സമയം അതൊന്നും അവർക്ക് പ്രശ്നമായി, അല്ലെ സ്ത്രീകൾ ഇതൊന്നും എൻജോയ് ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നുമല്ല. ഒരു സമയത്ത് കുടുംബം അല്ലെങ്കിൽ ഭർത്താവ്, കുട്ടി, ആഗ്രഹമുള്ള ആ ഒരു ചിന്തയിൽ മാത്രം ജീവിക്കുമായിരുന്നു ഒരു മെജോറിറ്റി ഓഫ് സ്ത്രീകൾ ഒരു കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ ഇന്നും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഓക്കെ ഇനിയിപ്പോൾ സെറ്റിൽമെന്റ് ആണ് നിങ്ങൾക്കെല്ലാം വേണ്ടെങ്കിൽ ഒരു പുരുഷൻ, ഞാനൊരു കുട്ടി സെറ്റിൽ ആകാം. ഞാൻ ഓരോ സമയം ഞാൻ റിലേഷൻഷിപ്പ് ശ്രമിക്കുമ്പോഴും ഞാനൊരു ടെമ്പററി റിലേഷൻഷിപ്പിനല്ല ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഒരു സ്ത്രീ അങ്ങനെ ഒരിക്കലും അല്ല. നമ്മളൊരു കോൺസ്റ്റന്റ് സസ്റ്റൈനബിൾ ആയുള്ള റിലേഷൻഷിപ്പ്, കൺസിസ്റ്റൻസി ഉള്ള റിലേഷൻഷിപ്പിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവരുടെ വിചാരം നമ്മൾ ഇത്ര ഫ്രീ ആയിട്ടുള്ള ആളല്ലേ, എപ്പോൾ വിട്ടിട്ട് പോയാലും ഇതേ ബ്ലെയിമിൽ നമ്മളെ
ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഇന്ന് നമ്മുടെ സിറ്റുവേഷൻ ഇതാണ് റിലേഷൻഷിപ്പിന്റെ. അന്ന് അങ്ങനെ അല്ലായിരുന്നു. അന്ന് കുറെ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് സെൽഫ് ഇൻവെസ്റ്റ് ചെയ്ത് ഇത് മതി എന്ന് പറഞ്ഞ് നിന്ന സ്ത്രീകളുണ്ട്. അന്ന് അവർക്ക് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. അവരുടെ ഫുഡ് സിസ്റ്റം നല്ലതായിരുന്നു. ആഫ്റ്റർ ഡെലിവറി ഒക്കെയുള്ള ട്രീറ്റ്മെന്റ്, ഫുഡ്, സാധനങ്ങൾ, കെയർ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടായിരുന്നു ആ സമയത്ത്. എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. ഫാമിലി സപ്പോർട്ടും ഒരു കൂട്ടുകുടുംബ നല്ല നല്ല പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ, ദാറ്റ് ഹാഫ് ഓഫ് ദ ടെൻഷൻ ഇസ് റിലേറ്റ്. വേറെ ചിന്തയില്ലല്ലോ. അതൊന്നും ഇല്ലാതെ ഇപ്പൊ ഞാനൊക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഞാൻ ഇപ്പൊ അമ്മുന്റെ ബയോളജിക്കൽ ഫാദറിനോട് പറഞ്ഞു യെസ് ഐ എം ഗോണ ഗിവ് ബർത്ത് ടു ദിസ് ബേബി, ഇതാണ്. അപ്പൊ പുള്ളി വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട്, പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. പുള്ളി ഒരു ആർട്ടിസ്റ്റ് ആണ്. ഹി ഈസ് നോട്ട് എ മണി മേക്കർ. അങ്ങനത്തെ ഒരു മനുഷ്യനല്ല. അപ്പൊ എനിക്ക് എന്നും പറഞ്ഞാൽ എന്റെ കുട്ടിയോട് എനിക്ക് പറയാൻ പറ്റില്ല, മോളെ നിനക്ക് ഇതിനുള്ള വിധിയില്ല, നിന്റെ അച്ഛൻ പൈസ ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ നിന്നെ പ്രസവിക്കാൻ കാരണഹേതുവായ മനുഷ്യൻ നിനക്ക് വേണ്ടി പൈസ തരത്തില്ല, അതുകൊണ്ട് നീ പട്ടിണി കിടക്കണം, ഞാൻ കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. this is not going to work out for me. Even if I'm a single parent, പുരുഷൻ ഇല്ലാത്തൊരു സ്പേസിലാണെങ്കിൽ ഞാൻ ഒരു കുട്ടീനെ വളർത്തുന്നെങ്കിൽ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അത് അന്നും ആ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു, ഈ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കിഡ്സ്. അതുകൊണ്ടാണ് അവർ ഇത്രയും അനുഭവിച്ചിട്ടും അവരെ ഫാമിലി സിസ്റ്റത്തിൽ കണ്ടിന്യൂ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് വേറെ ചോയ്സും ഇല്ല അവർക്ക്. അതുകൊണ്ട് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുക. അതാണ് ഏറ്റവും എന്തോ സാക്രിഫൈസ് ആർക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്? പുരുഷന്മാർക്ക് വേണ്ടിയിട്ടോ, കുടുംബത്തിന് വേണ്ടി. കുടുംബ സ്ട്രക്ചർ തന്നെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടല്ല. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സാധനം റെസ്പോൺസിബിളായി അവർ യൂസ് ചെയ്യുന്ന സമയത്ത് പുരുഷനൊരു സ്പേസ് ഇല്ല, അവർക്ക് കപ്പാസിറ്റി ഉണ്ട്. അതെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാവണം ഇപ്പോഴത്തെ പെൺകുട്ടികൾ, സർവേ ഒക്കെ പറയുന്നുണ്ട്, ഒരു 25 തൊട്ട് 45 വരെയുള്ള പെൺകുട്ടികളൊന്നും ഇനി ഒരു 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും മാരേജിനെ പറ്റി ആലോചിക്കില്ല എന്ന്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്ന എക്സാക്ട് കറക്റ്റ് ആൻസറാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് അവർക്ക് ആ ഒരു ഫാമിലി സിസ്റ്റത്തിൽ അവരുടെ അമ്മ അനുഭവിച്ചത് എല്ലാം കണ്ടിട്ട് അവർക്ക് മടുത്തു എന്നുള്ളതാണ്. അതൊരു ട്രോമയല്ല കേട്ടോ, ഇതൊരു മടുപ്പല്ല, ഇതൊരു റിയലൈസേഷൻ, ധാരണ. ആൾക്കാർ ഇതിനെ ട്രോമയാണ്, നിങ്ങളുടെ ട്രോമയുടെ ഫലം. നോ, ട്രോമയല്ല, ദിസ് ഇസ് എ ക്ലാരിറ്റി. എനിക്ക് മനസ്സിലായി ഇതാണ് സംഭവിക്കുന്നത്, ഇതിനെ ഓപ്ഷനേ ഉള്ളൂ, ഇത് ഞാൻ ചെയ്യുവാണെങ്കിൽ എന്നാ പിന്നെ ഒരു ബെറ്റർ ഓപ്ഷൻ ഞാൻ. അല്ലെങ്കിൽ അമ്മമാരും ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? കല്യാണമല്ല വലിയ കാര്യം, ജീവിതത്തിലെ പഠിച്ച് അവനവന്റെ കാലിൽ നിന്ന് കാര്യം നോക്കുന്ന അതേ അമ്മമാരാണ് പറയുന്നത് നോക്കണം. അതായത് ഈ ആൺമക്കൾ ഗ്ലോറിഫൈ ചെയ്യുന്ന അതേ അമ്മമാരാണ് സ്വന്തം പെൺകുട്ടികളോട് ഇപ്പൊ പറയുന്നത് നിങ്ങൾ കല്യാണം കഴിക്കണ്ട. ബേസിക്കലി അവർക്ക് ഡയറക്റ്റ് പറയാൻ പറ്റത്തില്ല പുരുഷന്മാരെ വിശ്വസിക്കരുതെന്ന്. കാരണം അത് സ്ട്രക്ചർ വൈസിൽ ഒരു അമ്മമാരും പറയില്ല. അപ്പൊ അവരിങ്ങനെ ഇൻഡയറക്ട്ലി വളച്ചു കുത്തി ഇങ്ങനൊക്കെ ചെന്നിട്ട് പറയാം. ഞാൻ എന്റെ കുഞ്ഞിനോട് പറയാമോ, ദർ ഇസ് നത്തിങ്, യുനോ, വെൻ യു ഗെറ്റ് റെസ്പെക്ട് ഫ്രം എനിവൺ. ഒരു മനുഷ്യൻ, അതായത് ജെൻഡർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അമ്മ ചോദിക്കുക ഇപ്പൊ തേർഡ് ജെൻഡർ എന്താണെന്നൊക്കെ എന്നോട് ചോദിക്കണം, ആ കുട്ടിയുടെ ക്യൂരിയോസിറ്റി. ഞാൻ പറഞ്ഞു ദർ ഇസ് എ സ്പേസ്. ഇങ്ങനെ ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലിയോ അവർ ഐഡന്റിഫൈ ചെയ്യുന്ന സ്പേസിലേക്ക് മാറാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയോ നമ്മുടെ സിസ്റ്റമോ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. അത്ര ഫ്രീഡം ഉണ്ട് നമുക്ക്. അപ്പൊ അതിനെ തേർഡ് ജെൻഡർ ആയിട്ട് ഗവൺമെന്റ് അംഗീകരിക്കുന്നു. ആ സ്പേസ് തന്നെയാണ് നമുക്കുള്ളത്. അതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ സ്പേസ് ഒന്നും ഇല്ല. നമ്മളിൽ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. വാട്ട് ഗവൺമെന്റ് സേസ് ദാറ്റ് വി ഹാവ് ടു ഫോളോ. അത് ഫോളോ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെല്ലുന്ന ഒരു സിസ്റ്റം, അല്ലെ പോലീസ് സ്റ്റേഷനോ അല്ലെ ബാക്കിയുള്ള സിസ്റ്റമോ ബാക്കിയുള്ള സ്പേസുകളോ സോഷ്യൽ സ്പേസുകളോ എന്നെ അതേ രീതി റെസ്പെക്ട് ചെയ്യണം. ഐ ആം എ ഫോളോവർ ഓഫ് ദിസ് ലോ, ഐ ആം എ ഫോളോവർ ഓഫ് ദിസ് സിസ്റ്റം. അപ്പം പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് എനിക്ക് മുസ്ലിം മതം ഫോളോ ചെയ്യണോ, അതോ കമ്മ്യൂണിസം ഫോളോ ചെയ്യണോ, BJP ഫോളോ ചെയ്യണോ, അതോ ഹിന്ദുയിസം ഫോളോ ചെയ്യണോ? എന്ത് കാണിക്കണം? ഞാൻ ജനിച്ചതൊരു ഹിന്ദു ആയിട്ടാണ്, അതെനിക്ക് മാറ്റാൻ പറ്റില്ല, അത് മാറ്റാൻ താല്പര്യപ്പെടുന്നില്ല. അതിനകത്ത് എനിക്കൊരു പാർട്ടിയുടെ സപ്പോർട്ട് വേണ്ട. അതുകൊണ്ടാണ് ഒരു പാർട്ടിയുടെ എനിക്ക് പിന്നെ മതമാണെന്ന് പറഞ്ഞ ഒന്നിനും പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എൻ്റെ മതമാണ്. ഞാൻ ജനിച്ച സ്പേസിൽ ഞാൻ ഫോളോ ചെയ്തു വന്ന് എനിക്ക് കുറെ പ്രയോജനമുള്ള സ്ഥലം ഉണ്ടായിരിക്കാം. അത് എൻ്റെ കാര്യമാണ്. അതിനെ നശിപ്പിക്കാനോ നന്നാക്കാനോ ഒന്നും ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ദെയർ. അതോടൊപ്പം തന്നെ നമ്മളൊരു സ്ത്രീയായി ജനിച്ചും പോയി. എന്റെ ജെൻഡർ ഇമ്പോർട്ടന്റ് ആണ്. അതിനുള്ള ക്രൂസിഫൈ ചെയ്യേണ്ട സാധനങ്ങൾ എനിക്ക് അഡ്രസ് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് ഉള്ള പൊളിറ്റിക്കലി പ്രശ്നം ഞാൻ ജനിച്ച ജാതിയല്ല, ഞാൻ ജനിച്ച മതമല്ല, ഞാൻ ജനിച്ച സമൂഹത്തിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സോക്കോൾ സ്പേസിന് വേറെ ഐഡന്റിറ്റി ക്രൈസിസ് ഒന്നും ഇല്ല. ആൾക്കാർ പറയുന്ന പോലെ ഞാൻ പ്രിവിലേജ്ഡ് ആണ്. എക്കണോമിക്കൽ സ്ട്രക്ചറിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാവർക്കും ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ഞാൻ പ്രിവിലേജ്ഡ് ആണ് സമൂഹത്തിൽ. എനിക്ക് കളർ പൊളിറ്റിക്സ് ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചൊന്നുമില്ല, ഞാൻ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? പക്ഷെ എനിക്ക് പ്രശ്നമുണ്ട്, പെയിൻ ഉണ്ട്, ഞാൻ കുഞ്ഞിലെ മുതൽ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ബോഡിക്ക് എൻ്റെതായ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ പ്രൈവസിയോ ഇല്ല വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ ചുറ്റുപാടുകളും. അപ്പം ഞാൻ ഭയങ്കര പേടിച്ചു, ഇതെന്താണ്, ഞാൻ എന്താ? അപ്പം ഗ്രാജുവലി ആണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ മൈ പൊളിറ്റിക്സ് വാട്ട് ഐ എം ഫേസിങ് ഈസ് ഞാൻ ജനിച്ച എൻ്റെ സത്വം, ഞാനെന്ന് പറഞ്ഞ സ്ത്രീ, ജെൻഡർ. അതുപോലൊരു പ്രശ്നം എനിക്ക് വേറെ എവിടെയും ഫീൽ ചെയ്തിട്ടില്ല. എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നമുണ്ട്, ഇൻറ്റൻസിറ്റി ഉണ്ട്. ബട്ട് ദിസ് ഇസ് ടു മച്ച്. ബിക്കോസ് ഇത് മൊത്തത്തിലൊക്കെ മാസ്ക് ചെയ്തേക്കുവാണ്.